വഖഫ് നിയമങ്ങളിൽ സമഗ്ര പരിഷ്കാരങ്ങളുമായാണ് പാർലമെന്റിൽ പുതുക്കിയ ബില്ല് അവതരിപ്പിച്ചത്. വഖഫ് നിയമത്തിലെ സെക്ഷൻ 40 പുതിയ ഭേദഗതി പാസ്സാകുന്നതോടെ ഇല്ലാതാകും. ചുരുങ്ങിയത് 5 വർഷമെങ്കിലും ഇസ്ലാം മതം അനുഷ്ഠിച്ച വ്യക്തിക്ക് മാത്രമേ വഖഫ് ചെയ്യാൻ അനുവാദമുണ്ടായിരിക്കുകയുള്ളൂ. വഖഫ് നിയമത്തിലെ വൻതോതിൽ ദുരുപയോഗം ചെയ്യപ്പെട്ട 40-ാം വകുപ്പ് റദ്ദാക്കാൻ നിർദ്ദിഷ്ട ബില്ല് വ്യവസ്ഥ ചെയ്യുന്നു. യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് എന്നാണ് പുതുക്കിയ നിയമം അറിയപ്പെടുക. उम्मीद इसलिए जगेगा कि एक नए सवेरा आने वाला है, इसलिए नए एक्ट का नाम भी उम्मीद हो गया है. तो उम्मीद क्यों हुआ है सर, मैं आपको बताना चाहता हूँ. ये जो यूनिफाइड वक्फ मैनेजमेंट एम्पावरमेंट एफिशिएंसी एंड डेवलपमेंट फुल फॉर्म उम्मीद है, इसका रखने का पीछे कारण है सर. വഖഫ് ട്രിബ്യൂണലിൽ 3 അംഗങ്ങൾ തുടരും. എന്നാൽ ട്രിബ്യൂണൽ ഉത്തരവ് മേൽക്കോടതികളിൽ ചോദ്യം ചെയ്യാനുമാകും. നിലവിൽ വഖഫ് ട്രിബ്യൂണൽ ഉത്തരവിൽ അപ്പീൽ അനുവദിച്ചിരുന്നില്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വഖഫ് ഭൂമിയുള്ളത് ഭാരതത്തിലാണ്. എന്നാൽ ഇത്രയും വലിയ സ്വത്ത് സമ്പാദ്യമുണ്ടായിട്ടും മുസ്ലിം വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി കാര്യമായ പ്രയോജനങ്ങൾ ഇതിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഈ സ്വത്തുക്കളിൽ നിന്നും കൃത്യമായ വരുമാനമുണ്ടാക്കുക എന്നും ബില്ല് ലക്ഷ്യം വയ്ക്കുന്നു. വഖഫ് ഭൂമിയിൽ സർവേ നടത്തുന്നതിനും അനുബന്ധ രേഖകൾ തയ്യാറാക്കുന്നതിനും റവന്യൂ സർവേ വകുപ്പുകൾക്ക് അധികാരമുണ്ടായിരിക്കും. സർക്കാർ ഭൂമിയിൽ വഖഫ് അവകാശവാദം ഉന്നയിച്ചാൽ ജില്ലാ കളക്ടർക്ക് മുകളിൽ പദവിയുള്ള ഉദ്യോഗസ്ഥനെ തീരുമാനമെടുക്കാമെന്നും നിർദ്ദിഷ്ട നിയമം വ്യവസ്ഥ ചെയ്യുന്നു. സ്ത്രീകളുടെ സ്വത്തവകാശവും നിയമപരമായ പിന്തുടർച്ചാവകാശവും സംബന്ധിച്ച നിരവധി കേസുകൾ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഇവയ്ക്ക് ശാശ്വത പരിഹാരം കാണുകയാണ് പുതിയ നിയമനിർമ്മാണത്തിന്റെ ലക്ഷ്യം. കെട്ടിക്കിടക്കുന്ന കേസുകളിൽ വൈകാതെ തീരുമാനമെടുക്കാനുള്ള വ്യവസ്ഥകളും ഉൾപ്പെടുത്തിയാണ് നിയമം. ന്യൂസ് ഡെസ്ക്, ജനം.